ഹായ്. ഇന്ന് എൻ്റെ സുന്ദരി പെണ്ണിനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാണ്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. രണ്ടാമത്തെ തവണയാണ് കാറിൽ കയറിയുള്ള ഈ യാത്ര. എനിക്ക് തോന്നി അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്ന്. ഭയങ്കര കുസൃതിയായിരുന്നു കാറിൽ. പുറത്ത് നോക്കിയിട്ട് എല്ലാവരെയും നോക്കിയിട്ട് എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. 1-ാം വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ്, കുസൃതി കൊടുക്കുകയും കൂട്ടിയിട്ട്. ഹോസ്പിറ്റലിലെത്തി. തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റല്. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോഴേക്കും, പരിചയമില്ലാത്ത ആളെ കണ്ടപ്പോഴേക്കും അവൾ ആകെ മാറി. പേടിച്ച് ഹാർട്ട് ബീറ്റ്സൊക്കെ എന്താ പറയുക, ഞങ്ങൾക്ക് സൂചി വെക്കാൻ പോയവരെ ആയിപ്പോയി. വയ്യ ഒരുവിധം സമാധാനിപ്പിച്ച് അങ്ങനെ ഡോക്ടർ ഇഞ്ചക്ഷനൊക്കെ വെച്ചു. അത്ര വലിയ പേടിയുള്ള ഇഞ്ചക്ഷനൊന്നും ആയിരുന്നില്ല. പക്ഷേ അവിടെ പുറത്ത് ഒരുപാട് നായ്ക്കളുണ്ടായിരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ചധികം പരിശ്രമിക്കേണ്ടി വന്നു. കാരണം ഇവൾ ഓടിപ്പോയാൽ പിന്നെ തിരിച്ചു കിട്ടുന്നത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു, ഇഞ്ചക്ഷൻ വെച്ചു, മരുന്ന് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോഴും ആൾ നല്ല ഹാപ്പിയാണ്. ഞാനും ആലോചിച്ചു, ഇവർക്കും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയെന്ന്. വണ്ടി കൂടുതൽ സ്പീഡാക്കും തോറും അവൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒരു പേടി ഉണ്ടായിരുന്നില്ല. എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെയും കൂട്ടി യാത്ര പോകണമെന്ന്. പക്ഷേ അടങ്ങിയിരിക്കാത്ത കാരണം ഞങ്ങൾ അങ്ങനെ പോകാറില്ല. സുന്ദരിക്കുട്ടിയും കൂട്ടിയിട്ട് ഇനി പോകേണ്ടത് 2-3 മാസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ വീടെത്തി. അതും അവൾക്ക് മനസ്സിലായി വീടെത്താറായിന്ന്. പക്ഷേ അവളെ മനസ്സിൽ തോന്നിക്കാണും കുറച്ചുകൂടെ പോകണമായിരുന്നു എന്ന്. ഒരു കുഴപ്പമില്ലാതെ എല്ലാവരെയും നോക്കി എല്ലാ കാഴ്ചയും കണ്ട് അവൾ സന്തോഷത്തോടെ നിന്നു. ആ നൃത്തം തന്നെയായിരുന്നു, ഇതേ നൃത്തമായിരുന്നു വീട്ടിലെത്തുന്നത് വരെയും. വീടെത്തി. അപ്പോൾ ഓക്കേ.